ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അരങ്ങേറ്റമാണ്. അതിന് ചിലമ്പോൾ ഇന്ന് രാവിലെയാണ്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. അപ്പോൾ ഞാൻ ചെലങ്ക പൂജയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്കത് പട്ടണം ബ്ലസ്സൊക്കെ മാറ്റി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഇടാൻ പോവാണ്. ഒരു ആൻറ്റിയുടെ വീട്ടിലാണ്, ഒരു കൊച്ചിൻ്റെ വീട്ടിലാണ്. നമുക്ക് അവിടോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഇടുന്ന സ്ഥലത്ത് എത്തി ഗായ്സ്. ഞാൻ ദക്ഷിണയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഞാൻ മേക്കപ്പ് ഇടാൻ റെഡിയാണേന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇതാണ് ഞങ്ങൾ മേക്കപ്പ് ഇടാൻ പോകുന്ന പ്ലേസ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ഇട്ടായിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു മേക്കപ്പ് ഇടാൻ. ഞങ്ങളിത് ലൈനിൽ കയറി അങ്ങനെ എനിക്ക് മേക്കപ്പ് ഇടാനൊക്കെ തുടങ്ങി. ഈ അങ്കിൾ ഞങ്ങൾക്ക് ബേസ് മാത്രമേ ഇട്ട് തരുന്നുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ വെള്ളം കൊണ്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല തണുപ്പും നല്ല സുഖമൊക്കെ തോന്നി. അത് കഴിഞ്ഞിട്ടാണ് മോനെ ആ അങ്കിൾ കുറേ പൗഡർ അങ്ങ് വാരിപ്പൊത്തി. അപ്പോൾ എനിക്ക് നല്ല ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ സഹിച്ചിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സഹിച്ചിരുന്നു. ഈ ബേസ് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തലമുടി ഇട്ടാൻ പോയി. തലമുടി ഇട്ട് തരുന്ന ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. നല്ല കോമഡിയൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് തലമുടി ഇട്ട് തന്നു. നല്ല രസമായിട്ട് തലമുടിയും കിട്ടിത്തരും. ഇങ്ങനെയുണ്ടോ തലമുടി കിട്ടിയത്? അങ്ങനെ ഞാൻ അടുത്ത മേക്കപ്പ് ഇടാൻ പോയി. ഇത് ചെയ്യാറായുമ്പോഴേക്കും ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ മേക്കപ്പ് ചെയ്യാൻ വന്നത് തന്നെ. ഈ അങ്കിള് ഐബ്രോയും ഐയും ഒക്കെയാണ് ചെയ്തു തന്നത്. എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ തന്നെ കണ്ടപ്പോൾ ആഹാ എന്ത് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ അന്തം വിട്ട് കുന്തം വീണിപ്പോയി. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ ഐ ഷാഡോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഒരു പിങ്ക് ബ്ലാക്ക് കോംബോ. എനിക്ക് ഐ മേക്കപ്പ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി എന്നെ അത്രയും നേരം എൻ്റെ മുഖം പോലും ഒന്ന് കാണാൻ സമ്മതിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി പറഞ്ഞു, ഈ ചിലങ്ക കെട്ടി ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് മതി നീ നിന്നെ തന്നെ കാണുന്നത്, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ എൻ്റെ ഉൾമനസ്സ് പറയുന്നില്ലായിരുന്നു കാണണം കാണണം കാണണം. പക്ഷെ കണ്ടില്ല. അവസാനമാണ് ഞാൻ കണ്ടത് എന്നെ തന്നെ. അങ്ങനെ അങ്കിൾ ഐലൈനറൊക്കെ എഴുതി തന്നു. ഞങ്ങൾക്ക് പൊട്ടൊക്കെ തൊട്ട് വന്നു. ഗോപ്പൊട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂക്കൂത്തി ഒട്ടിക്കാൻ പോയി. ഒരു സ്റ്റോണായിരുന്നു, വെള്ള സ്റ്റോണായിരുന്നു എനിക്ക് ഒട്ടിച്ചത്. ഗമ്മ തയ്ച്ചപ്പോൾ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിളെ ഞാൻ മൂക്ക് കുത്തിയിട്ടുണ്ട്. ആ അങ്കിൾ തലയൊക്കെ കുലുക്കിയിട്ട് എനിക്ക് രണ്ട് സൈഡിലും വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് തന്നു. അത് കഴിഞ്ഞ് ലിപ്പൊക്കെ ലൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർണമെൻറ്റ്സ് വെക്കാനായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഓർണമെൻറ്റ്സ്. എനിക്ക് ആ കമ്മലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഡ്രസ്സ്. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പാണ്, ഒരു ലൈറ്റ് ഗ്രീൻ പിങ്ക് കോമ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മോതിരവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചിലങ്ക മാത്രമേ കിട്ടാനുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ചിലങ്കയൊക്കെ കെട്ടി. ഇതാണ് കേട്ടോ എൻ്റെ മോതിരം. ഞാൻ അങ്ങനെ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഞാനവിടെ ചെന്നപ്പോഴേക്കും സാറ് സ്പീച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡാൻസ് അക്കാഡമിയുടെ 24ാമത്തെ വാർഷികമാണ്. അതുകൊണ്ട് കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഗസ്റ്റാണ് ZKLM സരിഗമപയിലെ ഫസ്റ്റ് റണ്ണറപ്പായിട്ടുള്ള അവനി ചേച്ചിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ചേച്ചി നല്ല അടിപൊളി പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടി തന്നു.
ഉണ്ടായിട്ടുണ്ട് ഡാൻസ് പ്രോഗ്രാം. ഇത് മാത്രമല്ല വേറെ കുറേ ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു മെയിൻ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡ്രസ് ചേഞ്ച് ഉണ്ടായിരുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ അരങ്ങേറ്റം പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ടാറ്റാ ബൈ ബൈ.